കുറച്ച് ബെറ്റുകളൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഈ ഇൻസ്പെക്ഷൻ വരുന്ന പറഞ്ഞില്ലേ ഇവിടേക്ക്, ഈ ആഴ്ചയിലേക്ക് മാറ്റി അടുത്ത ആഴ്ചയിലേക്ക് ആക്കാൻ പറ്റുമെന്ന്. ഈ 4 തന്നെ നടുവിലൊക്കെ കൂടിയിട്ട് നോക്കിയാൽ ഇതിങ്ങനെ ഒരു ഇതുണ്ടാക്കി ഇഷ്ടംപോലെ നിങ്ങൾക്ക് വരുന്നവർക്ക് അരിഞ്ഞു തരാം. നമ്മുടെ വീഡിയോ കാണുന്ന ഫാമിലി അവിടേക്ക് വരുന്നു. ഇങ്ങനെ നട്ടിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടായിട്ടുണ്ട്. ജപ്പാനിലത്തെ ആളെ മസനോബു ആളുടെ കൃഷി രീതി പോലെ തന്നെയാണ് ഇതിൻ്റെ രീതി. കേടായി കട നമ്മൾ ലോറിക്ക് പകരം വാങ്ങിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഒരു ബുള്ളറ്റ്. സമയം പേടിക്കാനൊന്നുമില്ല കേട്ടാ. സമയം ഉച്ച തിരിഞ്ഞ് 5 മണി, ശനിയാഴ്ചയാണ്. ഞാൻ പറമ്പിലേക്ക് വന്നു. ഇവിടെ കുറച്ച് ബെറ്റുകളൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട്. അതായത് ഇൻസ്പെക്ഷൻ സരിത കുറച്ച് ഈ ഞായറാഴ്ച നാളെ വന്നിട്ട് ഇവിടെ കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ ഞാൻ കളച്ച് മറയ്ക്കും അത് ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ പച്ചപ്പാക്കും ഒരാഴ്ച കൊണ്ട് നമുക്കറിയാലോ ഒന്നും ആക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ കുറച്ച് മാറ്റങ്ങൾ ഇവിടെയൊക്കെ ഞാൻ വരുത്തിയത്. കുറേ വാഴകൾ നട്ടു, പച്ചമുളക് നട്ടു, ഈ പുതിയത് അവിടുത്തെ മുരടിച്ചു. അപ്പോൾ ഞാനിവിടെ കൊത്തി കളച്ച് ഇവിടെ പുതിനയൊക്കെ നട്ടു. ഇവിടെ കപ്പലണ്ടി നമ്മുടെ നിലക്കടല നടാനായിട്ട് സ്ഥലമൊരുക്കി കുമ്മായൊക്കെ വെതറി ചാണപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇതാക്കി. ഇപ്പോൾ തടണ്ടാക്കാൻ വേണ്ടോ 4 വാഴ വെച്ചു, ഇവിടെ വാഴ വെച്ചു. പിന്നെ ഇവിടെ നമ്മുടെ ഈ പപ്പകായകളൊക്കെ ഇല്ലേ, പപ്പ, ഇതിന് ഇങ്ങനെ ഓരോ ഈ ഓട് വെച്ചിട്ടുള്ള പരിപാടി ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഈ പറ്റങ്ങൾ ഈ പപ്പ കണ്ട കായ ഉണ്ടായിട്ട് വളർച്ച വരുന്നില്ല, മുരടിച്ച് കേൾക്കാം. അപ്പം ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 4 തന്നെ നടുവിലൊക്കെ കൂടിയിട്ട് നോക്കിയാൽ ഇതിങ്ങനെ ഒരു ഇതുണ്ടാക്കി. അപ്പോൾ വെള്ളം ഇതിൽ ഞാൻ വളം കൊണ്ടുവന്ന് ഒഴിക്കും. നമ്മുടെ അവിടെ വളം കാണിച്ചു തരാം. ഇതിൽ വെള്ളം അടിച്ചിട്ട് നമ്മുടെ ഈ വളം ഉണ്ട് കേട്ടോ. ഇതിൽ ചാണം, പിന്നെ എല്ലുപൊടി, പിന്നെ മറ്റേ ഈ കപ്പലണ്ടി പിണ്ണാക്ക്, വേപ്പ് പിണ്ണാക്ക് കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഇത് ഈ വെള്ളത്തിലാണ് ഒഴിക്കും. ഇപ്പോൾ ഒരു 3-5-6 ദിവസമായിട്ട് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന പരിപാടി കേട്ടാ. ഇപ്പോൾ നോക്കിയേ നമ്മുടെ ഈ പപ്പകായില്ലേ, ഇതിന് വളർച്ചയായി വേനൽക്കാലം നല്ല കടാ നല്ല വലിപ്പമായി ആൾ ഉണ്ടാ അടിപൊളിയായിട്ട് ഉണ്ടാവുന്നുണ്ട്. ഒരാഴ്ച ഇതിങ്ങനെ മുരടിച്ച് കഴിയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു വലിപ്പം കൂടുതൽ തോന്നി തുടങ്ങിയിരുന്നു. അതിലും പപ്പായ ഉണ്ടാവുന്നുണ്ട്, എല്ലാത്തിലും ഒരു ഉഷാറായി. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി ചെയ്തു. പിന്നെ നമ്മുടെ ഈ നേന്ത്രവാഴകൾക്ക് ഒരു തടമൊക്കെ കോരി അതിൽ കുമ്മായം ചാണപ്പൊടി ഇട്ട് കൊടുത്ത് ഇങ്ങനത്തെ പരിപാടി. ഇവരൊക്കെ മുരടിച്ച് നിൽക്കായിരുന്നു. ശ്രദ്ധിക്കപ്പെടാണ്ട് നമ്മൾ നിൽക്കാമെന്ന് പറയും. ശ്രദ്ധിക്കപ്പെടാണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇവരിങ്ങനെ മുരടിച്ച് വെക്കും. അപ്പോൾ അങ്ങനെ ഒരു ഉഷാറൊക്കെ ചെയ്തു. പിന്നെ അവിടെ കായ്പക്കായ് നട്ടു. എല്ലാത്തിനും കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ മത്തങ്ങ കണ്ട നല്ല ഭംഗിയില്ലേ, അതൊക്കെ വലുതായി തുടങ്ങി. അതിനൊക്കെ കടക്കിലൊക്കെ നോക്കിയാൽ ചാണപ്പൊടിയും ഇതൊക്കെ ഇട്ടിട്ട് ഈ പറഞ്ഞ ഈ വളം തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറേ ചെറുതുകളൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ, കുഞ്ഞിതുകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇവിടേക്ക് ഉണ്ടാവുന്നുണ്ട്, എവിടേക്ക് ഉണ്ടാവുന്നുണ്ട്, ഇത് എവിടെ ഉണ്ടാവുന്നുണ്ട്, കുറേ മത്തങ്ങകൾ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ കണ്ടമാനുണ്ടായിട്ടൊരു കാര്യമൊന്നുമില്ല. നോക്കിയ ക്യാബേജ് അവിടെ 10-15 ക്യാബേജാണ് ഇവിടെ നിൽക്കുന്നത്. ആരെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നമുക്ക് മുഴുവൻ കഴിക്കാനൊന്നും പറ്റില്ല കേട്ടോ. ആരെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനമൊക്കെ നമുക്ക് വെറുതെ തരാം. ജൈവ സാധനമാണ്, അധികം വലിപ്പമില്ല, ഇത്രയ്ക്കുള്ള വലിപ്പം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ഈ ചീരയൊക്കെ നമുക്ക് ഇഷ്ടംപോലെ നിങ്ങൾക്ക് വരുന്നവർക്ക് അരിഞ്ഞു തരാം. അത് കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളത്. അമിതമായി എന്നിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത്. നമുക്ക് അവിടെ കപ്പലണ്ടി നടാം. കപ്പലണ്ടി ഞാൻ നനച്ചിട്ട് കപ്പലണ്ടി നടാം. നമുക്ക് ഒരാഴ്ച കൊണ്ട് നമുക്ക് എല്ലാ കുറേ പണികളുണ്ട്. ഇവിടേക്ക് മാത്രമായിട്ട് നമുക്ക് വരാൻ പറ്റില്ല, കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരാഴ്ച കൊണ്ട് മുഴുവൻ കഴിയില്ല. ഒരു 2-3 ആഴ്ച നീങ്ങിയത് ഒക്കെ ഫിനിഷിങ് ആക്കാം. അവിടെ കുറേ ഇതൊക്കെ പറിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്തൊരു ഉള്ളിയും കിള്ളിയൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ആദ്യം കപ്പലണ്ടി നടാം. ഞാനിപ്പോൾ ഒരു പാക്കറ്റ് കപ്പലണ്ടി വാങ്ങിച്ചു പോകുന്നുണ്ട്. അത് ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് തിന്ന് കഴിയും. അപ്പോൾ ഇതിനൊന്ന് നനച്ചിട്ട് വെറുതെ നനച്ചിട്ട് നമുക്ക് കപ്പലണ്ടിയിൽ അവിടേക്കായിട്ട് പോവാം. ഇവിടെ നനച്ചു കൊടുക്കാമെന്ന്. ഈ സമയത്ത് കപ്പലണ്ടി നടാറുണ്ട്, ഞങ്ങളുടെ വേനൽക്കാലത്ത് നടാറുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ മുൻപ് കൂർക്കയായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ കൊത്തി കളച്ച് ഒരു ചാണപ്പൊടി ഓൾറെഡി ഇവിടെ ഉണ്ട്, കുമ്മായൊക്കെ വെതറിയിട്ട് കുറച്ച് ദിവസമായില്ലോ. തടം കോരാം നമുക്ക്. ഇതാണ്ട പച്ചക്കപ്പലണ്ടി ഒരു പാക്കറ്റ് വാങ്ങിച്ചു.
കുറച്ച് മതി ഇതിലത്തെ കുറച്ച് മതി. ബാക്കി നമുക്ക് മറ്റേ ഇതൊക്കെ ഉണ്ടാക്കി തിന്നാം. പച്ചക്കപ്പലിൻ്റെ ഉഗ്ര സാധനമല്ലേ. ഇനി കുറച്ച് നേരം നമുക്കിവിടെ കളയ്ക്കാം. 2 തടാക്കാം. നാളെ കൊത്തി കളച്ചിട്ടുള്ള സാധനം കുറച്ചത് വെറുതെ ഈ പെട്ടെന്ന് ഭയങ്കര വെയിലല്ലേ, ഭയങ്കര വെയിലാണ്, ചൂട്. ഇപ്പോൾ മുക്കം അവിടെ ടി വിയിൽ ഇപ്പോൾ വാർത്തയിൽ ഭയങ്കര മഴ. ഇന്ന് മുക്കത്ത് അരമണിക്കൂറായിട്ട് മഴ ആണ് അവിടെ, വേനൽ മഴ. സരിത ഇവിടെ ഇല്ലാത്ത കാരണേ ഒറ്റയ്ക്ക് കടലിലേക്ക് പോയേ. എപ്പോഴും കടൽ പോയി നിൽക്കണില്ല. നമുക്ക് വീഡിയോ എടുക്കുമ്പോഴും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരും. ഇന്ന് എറണാകുളത്തു നിന്നുള്ള നമ്മുടെ വീഡിയോ കാണുന്ന ഒരു ഫാമിലി അവിടേക്ക് വരുന്നുണ്ട്, കടലിലേക്ക്. അപ്പോൾ അങ്ങോട്ട് പോയി. അവർ അമേരിക്കയിൽ നിന്ന് വന്നിട്ടുള്ളതാണെന്ന് തോന്നുന്നു. കുറച്ച് ചാണപ്പൊടി കൊണ്ട് ഇതിൽ വിതറി കൊടുക്കാം. ഒരു മിനിറ്റ്. കാലിന് ചെറിയ ഞൊണ്ടിച്ചെന്ന് ഒന്നുമല്ല, കാല് വിള്ളൽ വരെ ഈ കാറ്റ് കാലല്ലേ. നമ്മുടെ ചാണപ്പൊടി കഴിഞ്ഞു, ലാസ്റ്റായി ചാണപ്പൊടി. എന്തൊരു പൊത്ത്! ഇത് കുറേ നാൾ മുമ്പ് ഇറക്കിയ ചാണപ്പൊടിയല്ല, ചാണം. ഇപ്പം ഇങ്ങനെ നല്ല പൊടി വേനൽക്കാലത്തിട്ട് വർഷകാലത്ത് ഇറക്കി കഴിഞ്ഞപ്പോഴാണ് ആകെ അലക്കുലത്തായത്. നല്ല തൂളുന്ന പരിവായി. കുറച്ച് ചാണപ്പൊടി ഉണ്ട്, നമുക്ക് ഇതിലോട്ട് വേദന കൊടുക്കാം. അപ്പോൾ നമ്മൾ കടം കോരൽ കഴിഞ്ഞപ്പോൾ ഇനി കപ്പലണ്ടി പൊട്ടിച്ച് നടാം കേട്ടോ. ബ്ലൈഡ് എടുക്കാൻ മറന്നു. ബ്ലൈഡ് ഇവിടെ കത്തരി ഉണ്ടായിരുന്നു, അത് എവിടെ വെച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല. പച്ച കപ്പലണ്ടി ഇല്ലേ, പച്ച കപ്പലണ്ടി എന്ന് പറഞ്ഞിട്ടാണ് തന്നത്. എഴുതിയിട്ടില്ലേ? അയ്യോ, ഇതേ പോയി. പച്ചനെ രണ്ടും ഇത് മാറ്റി വയ്ക്കില്ല, എത്രയ്ക്ക് നടാനായിട്ട് നമുക്ക് എടുക്കാം. നടുന്നതിൻ്റെ ഒപ്പം തിന്നൽ നടക്കും, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതൊക്കെ പോയി വായത്തായിട്ട് നട്ട് തൊട്ട് കഴിഞ്ഞാൽ അങ്ങനെ പോവും. ചിലപ്പോൾ ഇങ്ങനെയാണ് വലിയ കപ്പലണ്ടി നടണ്ടാവുക, പലരും പലതരത്തിലാണ് നടണ്ടാവുക. ഞാൻ ഇങ്ങനെ നട്ടിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടായിട്ടുണ്ട്. പണ്ട് തറവാട്ടിൽ നമ്മൾ കപ്പലണ്ടി ഇങ്ങനെ നടാറുണ്ടായിരുന്നു. നമ്മൾ കപ്പലണ്ടി നട്ടിട്ട് തമിഴന്മാർ ഇപ്പുറത്ത് പറമ്പിലേക്ക്, ആ മേച്ചേരി പറമ്പിലേക്ക് കളയ്ക്കാൻ പറ്റുന്ന തമിഴന്മാർ പറയും, കപ്പലണ്ടി പറക്കുന്ന കണ്ടിട്ടാണ് അവർ പറക്കുന്ന കണ്ടിട്ട് നമ്മുടെ കയ്യിൽ കപ്പലണ്ടി ഇത്രയ്ക്ക് വീതം ഉണ്ടാവുള്ളൂ, ഒരെണ്ണത്തിലൊരു 10-20 ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർ പറയാം, അവരവിടെ പറിക്കുമ്പോൾ ഈ മറ്റേ തിരുനെൽവേലി ആവശ്യത്തെ ചെയ്തിട്ടുള്ള തമിഴന്മാരായിരുന്നു. 1982 കാര്യങ്ങളുണ്ട് പറയുന്നത്. അവർ പറയുമ്പോൾ ഇത്രയ്ക്കധികം കിട്ടുന്നു. ഒരു കടയിൽ നിന്ന് ചിലപ്പോൾ 1 കിലോനൊക്കെ കിട്ടുന്നു, 1 കിലോ 1.5 കിലോനൊക്കെ കിട്ടുന്നു. നമ്മളവിടെ അപ്പം നമ്മളവിടുത്തെ മണ്ണിൻ്റെ വ്യത്യാസം ഉണ്ടാവില്ലോ, മണ്ണിൻ്റെയും കൃഷി ചെയ്യാൻ അറിയാത്ത പിന്നെ കപ്പലണ്ടിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണല്ല ഇവിടെ. ആലപ്പുഴ വശത്താണ്ട് ഉള്ള എന്തുകൊണ്ടങ്ങനെ പോകട്ടില്ല. നല്ല നിർത്തി കഴിഞ്ഞു കേട്ടോ, ഒരു ഇതായിട്ടുണ്ട്. ഞാൻ വെറുതെ ഇടയിൽ കുറച്ചെണ്ണം കൂടി നടന്ന് നനച്ചു കൊടുക്കാം. അടിപൊളി നനച്ചു കൊടുക്കാം. ഫസ്റ്റ് തടം സെറ്റായി. ഇപ്പുറത്തെ തടം കൂടി ചെയ്യണം കേട്ടോ. വെറുതെ വെള്ളമായിക്കോട്ടെ.
മോട്ടറും വിട്ടാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നനച്ചു കൊടുക്കും വേണം. ഇത് കാണുമ്പോൾ വിചാരിക്കും നമ്മൾക്കിത് പുല്ല്, ഇത് കാണുമ്പോൾ വിചാരിക്കില്ലേ ഒന്നുമില്ലെന്ന് വിചാരിക്കില്ലേ, പുല്ല് പോലെ തോന്നിക്കില്ലേ. പുല്ല് കുറേ സാധനങ്ങൾ ഇതിലെല്ലാം ഉണ്ട് കേട്ടോ. പച്ചമുളക് ഭയങ്കര രസമാണ്. ഇത് മറ്റേ പറഞ്ഞ പോലെ ഈ ജപ്പാനിലത്തെ ആളെ മസനോബു ആളുടെ കൃഷി രീതി പോലെ തന്നെയാണ് ഇതിൻ്റെ രീതി കേട്ടോ. ഇതിൽ കുറേ സാധനങ്ങളുണ്ട്, കാണിച്ചു തരാം ഞാൻ കേട്ടോ. ഭയങ്കര രസമാണ്. ഒന്നും ചെയ്യണ്ട, ചെരിഞ്ഞെടുക്കുന്നത് വഴുതനങ്ങ കണ്ട. ഇതിലൊക്കെ വഴുതനങ്ങയുണ്ട് കേട്ടോ. വഴുതനങ്ങ ഇവിടെ ഉണ്ട്, വഴുതനങ്ങ. പിന്നെ ഇതേ വേണ്ട വഴുതനങ്ങ കണ്ട, ഇതൊക്കെ ഉണ്ട് കേട്ടോ. പുല്ലുണ്ട് ഇതിൻ്റെ ഒപ്പം. ഇതിൽ ചീരിയുണ്ട്. ഇതേ ഇപ്പോൾ നനയ്ക്കേണ്ടത് സാമ്പാർ ചീരി ഉണ്ട് കേട്ടോ. സാമ്പാർ ചീരി ഉണ്ട്. ഇതിപ്പോൾ വാടി നിൽക്കുന്നതാണ് കേട്ടോ. പിന്നെ നോക്കിയാൽ പച്ചമുളക്, പച്ചമുളക് കണ്ട, പച്ചമുളകാണ് ഇത്. നമ്മുടെ ഇതേ ചൂനിയ മുളകാണ് കേട്ടോ. വായുന്നരിയിട്ടാ. നല്ല എരിവുണ്ട്. ചൂനിയ മുളകാണ് എന്താ അതുണ്ട്. പിന്നെ നോക്കിയാൽ ഇത് മണിത്തക്കാളി, ചീര, എല്ലാ സാധനങ്ങളും. ഇപ്പോൾ അതിലിപ്പം പുല്ലുണ്ട്. പുല്ല് ഞാൻ വലിച്ചു കളയുന്ന പലപ്പോഴും വിചാരിക്കും. പുല്ല് അതിൻ്റെ ഒപ്പം വലുതാവണം തന്നെ കേട്ടോ. എല്ലാ സാധനങ്ങളും ചേർന്നുള്ള മിക്സിങ്. ഇത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടും. ഇത് പൊട്ടിക്കാണ്ടിരുന്നിട്ട് വഴുതനങ്ങയൊക്കെ ഇത് മഞ്ഞ കളറായി കണ്ട, മഞ്ഞ കളറായി പൊട്ടിക്കാണ്ടിരുന്നിട്ട് കേടായി കണ്ട, പൊട്ടിക്കാണ്ടിരുന്നിട്ട് കേടായി. ഇതാ അപ്പോൾ എല്ലാ സാധനങ്ങളും ഇങ്ങനത്തെ കൃഷി രീതിയിൽ നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ ഒന്ന് പൊട്ടിച്ച് നമുക്ക് കിട്ടും. ഞാനേ ഒരു സ്ഥലത്തുനിന്ന് പുല്ല് വലിച്ച് വൃത്തിയാക്കി വരുമ്പോഴേക്കും മറ്റേ സ്ഥലത്ത് പുല്ല് അറിഞ്ഞിട്ടുണ്ടാവും. ഏരി കുറേ ഉള്ളതല്ലേ ഇത്. വയൽ അത്യാവശ്യം വരി വേണ്ടിട്ടാ, കുഴപ്പമില്ല. അടുത്ത തടം നടാൻ നോക്കാം. നമ്മൾ രണ്ടാമത്തെ തടം കപ്പലടിയിട്ട് നടാൻ പോകും കേട്ടോ. ഞാൻ പൂത്തറ്റ് ട്രാവൽ വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലുണ്ട് കേട്ടോ. അത് ഞാൻ കാണുന്നതാണ്. അപ്പോൾ ഇപ്പോൾ അവർ ഒരു വീഡിയോ കണ്ടപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരൊരു യാത്ര പോയിട്ട്, ലോങ് യാത്ര, ലോറിയിൽ ലോങ് യാത്ര പോയിട്ട് അതിൻ്റെ വരവ് ചെലവ് കണക്കുകൾ അവർ പറയുന്നതാണ് വീഡിയോ കേട്ടോ. ഞാൻ പറയാൻ കാരണം ഞാൻ പറയാം പിന്നെ. അപ്പോൾ വരവ് ചെലവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ 10,000 ചില്ലറ കിലോമീറ്റർ ഇങ്ങനെയാണ് പോയി. അരുണാചൽ പ്രദേശ് വശത്തേക്കാണ് പോയത്. ഇങ്ങനെയുണ്ട്. അവിടെ പോയി തിരിച്ച് വന്നപ്പോൾ 10,000 ചില്ലറ കിലോമീറ്റർ അത്രയൊന്നും എനിക്ക് ഓർമ്മയൊന്നുമില്ല. അപ്പോൾ അത്രയും ദൂരം വണ്ടി പോയപ്പോൾ എത്ര രൂപ ചിലവായി, എത്ര രൂപ വരവ് കിട്ടി എന്നുള്ളതാണ് അവർ പറയണത് കേട്ടോ. ഏകദേശം അവർക്ക് 2,75,000 രൂപയോളം ഡീസൽ അടിക്കാൻ മാത്രമായി. 3.57 കിലോമീറ്ററാണ് അവർക്ക് ശരാശരി കിട്ടിയ മൈലേജ് വണ്ടിക്കിട്ടാണ്. അപ്പോൾ 2.25 ലക്ഷം രൂപ ഡീസൽ അടിക്കാനായി. പിന്നെ അത്രയും ദൂരം പോയിട്ട് വരാനായിട്ട് 57,000 രൂപ ടോള് കൊടുത്തു ലോറിക്കിട്ടാ. ഇത്രയും ദൂരം ടോള് കൊടുത്തു. പിന്നെ ഈ വണ്ടി ഓടിപ്പിക്കുന്നവർക്ക് പൈസ കൊടുക്കണമല്ലോ. അവർ തന്നെയാണ് വണ്ടി ഓടിപ്പിക്കണമെങ്കിലും അവർക്ക് പൈസ കൊടുക്കണമല്ലോ. അതിന് ഏകദേശം 70,000 രൂപ കേട്ടോ. അതൊരു ഞാൻ കണക്ക് പറയുന്ന കാര്യമുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ രസം പറയാം. പിന്നെ അല്ലറ ചില്ലറ അലക്കുലത്ത് സാധനങ്ങൾക്ക് കൂടിയിട്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാശ് 20 അങ്ങനെ ചില്ലറ. അതിന് മൊത്തം ചിലവ് 4.25 ലക്ഷത്തോളം രൂപ അവർക്ക് ഇത്രയും ദൂരം വണ്ടി ഓടിപ്പിച്ച് അങ്ങോട്ട് പോയി വന്നതിന് ഇത്രയ്ക്കായി. പിന്നെ ടയർ തേയ്മാനം, വണ്ടിയുടെ തേയ്മാനം, മറ്റേ അങ്ങനത്തെ കുറേ സംഗതികളൊക്കെ ഉണ്ട്. അതൊന്നും കണക്കാക്കാണ്ടിന് ഏകദേശം ഇത്രയ്ക്ക് കേട്ടോ. കിട്ടിയ വരുമാനം ലോഡിന് അങ്ങോട്ട് കിട്ടുമ്പോൾ പൈസ കിട്ടില്ലോ. അത് കിട്ടിയത് 4.25 ലക്ഷം രൂപ. അപ്പോൾ സത്യത്തിൽ ഇത് ലാഭകരമാണോ? അതിൽ കമൻറ്റുകൾ വായിച്ചിട്ടുണ്ട്, കുറേ പേര് കമൻറ്റുകളുണ്ട്. അവരൊക്കെ പറയുന്നത് ഇത് ലോറി ഭയങ്കര റിസ്ക്കാണ്, നഷ്ടമാണ് എന്ന് പറയുന്നത്. ഞാൻ നമ്മുടെ ഒരു പണ്ടത്തെ ഒരു കാലം ഓർക്കുന്നുണ്ട്. 1993 സമയം, 1993 കേട്ടോ. അതായത് 1993 പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കൊല്ലം മുമ്പ്? 93 എന്ന് പറയുമ്പോൾ 33 കൊല്ലങ്ങൾക്ക് മുമ്പ്. 33 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ വീട്ടിൽ അവർക്ക് കുറേ ലോറികളുണ്ട് കേട്ടോ. ഈ പൂത്തറ്റ് ട്രാവൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറേ ലോറികളുണ്ട്. അപ്പം നമ്മുടെ വീട്ടിൽ ലോറി വാങ്ങിക്കണം എന്നുള്ള ഞാൻ മുന്നേ ചരിത്രം ഞങ്ങളിവിടെ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോഴുള്ളവർ അന്നുള്ളവർക്ക് അറിയായിരിക്കും. നമ്മൾ സ്റ്റാർട്ടിങ്ങിലാണല്ലോ അതൊക്കെ. 8 കൊല്ലം മുമ്പ് 7 കൊല്ലം മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതൊന്നും ഇപ്പോൾ ആരും അറിയില്ല.
അപ്പോൾ നമ്മുടെ വീട്ടിൽ ലോറി വാങ്ങിക്കാൻ പ്ലാൻ ഇട്ടു. ലോറി വാങ്ങിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നാഷണൽ പെർമിറ്റ് ലോറിയാണ് ഉദ്ദേശിച്ചത്. അന്ന് നാഷണൽ പെർമിറ്റ് അറിയാലോ, NP എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടികൾ കാണാം, അശോക് ലൈലൻ്റെ വണ്ടികൾ അങ്ങനെയുള്ള വണ്ടികൾ കാണാം. അങ്ങനത്തെ ലോറി വാങ്ങിക്കാൻ പ്ലാനിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ആ ലോറിയാണോ അതോ ഈ നമ്മുടെ ഈ 1210 SC മറ്റേ തടി കയറ്റി പോകണം, മറ്റേ മോഹൻലാലിൻ്റെ സ്ഫടികം ടൈപ്പ് ലോറിയില്ലേ, അതും ഉണ്ടായിരുന്നു. രണ്ടിലത്തെ ഏതാണ് ലോറി വാങ്ങിക്കും. അങ്ങനെ ലോറി വാങ്ങിക്കാനായിട്ട് നമ്മൾ ഇവിടെ ബാങ്കിൽ കൊണ്ടുപോയിട്ട്, ബാങ്ക് എന്ന് പറഞ്ഞാൽ അന്ന് മണപ്പുറം എന്തുകൊണ്ട് തുടങ്ങിയിട്ടില്ല, തൃശ്ശൂർ നായ്ക്കലാലിനവിടെ തുടങ്ങി. അവിടെയാണ് 50,000 രൂപ കൊണ്ട് നിക്ഷേപിച്ചത്. അവരിപ്പോൾ അത്രയും ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തുടക്കം ഒരു പൈസ കൊടുക്കണം. അന്നൊക്കെ ലോറിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വിലയൊന്നുമില്ല. അതൊരു കൂർക്കയാണ്, അതെ കൂർക്കയാണ് ഇവിടുത്തെ, എന്താ കൂർക്കണ്ടൻ്റെ. അന്ന് ലോറിക്ക് വലിയ വിലയൊന്നുമില്ല. ചേസിനൊക്കെ 3.25 ലക്ഷം രൂപയ്ക്കുള്ളതൊന്നുമുണ്ട് ചേസിന്, വണ്ടിയുടെ ചേസിന്. പിന്നെ അത് വാങ്ങിച്ച് ബോഡി കെട്ടുന്ന പരിപാടിക്കില്ല ചെയ്യുന്നത്. അപ്പോൾ ആദ്യം പൈസ കൊടുത്തു. പിന്നെ ഞങ്ങൾ പല സ്ഥലങ്ങളിലും പോയിട്ട് ബോഡി കെട്ടുന്ന സ്ഥലങ്ങൾ അതൊക്കെ അന്വേഷിച്ചിട്ട്, നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ആണുങ്ങളല്ല. അപ്പോൾ ലോറി ബിസിനസ് നമുക്ക് പറ്റിയതായിരിക്കും എന്നുള്ള ചിന്തയാണ്. എല്ലാവരും ഇങ്ങനെ യോട്ട് കമ്പനിയിലൊക്കെ പോയി സാധാരണ അന്നന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിച്ചു പോണ ഇതിൽ ഒരു ബിസിനസ് തുടങ്ങാമെന്നുള്ള ആശയം ഉദിച്ചാൽ അത്ഭുതമില്ലല്ലോ നമുക്ക്. നമ്മുടെ വീട്ടിലായാലും ആർക്കായാലും മനസ്സിൽ ഒരു ബിസിനസ് തുടങ്ങി 4 കാശുണ്ടാക്കണം എന്നുള്ള വിചാരം ഒരുവിധം എല്ലാവരും മനസ്സിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലും ഉദിച്ചു. അങ്ങനെ പല സ്ഥലങ്ങളിലും പോയിട്ട് ലോറി ബോഡി കെട്ടുന്ന സ്ഥലങ്ങളൊക്കെ പോയി അന്വേഷിച്ചു. ഏത് ലോറിയാണെന്നുള്ള അപ്പോഴും കൺഫ്യൂഷനാണ്. ഈ നാഷണൽ പെർമിറ്റ് ആണോ ഈ പറഞ്ഞ ലോറിയാണെന്നുള്ളതിൽ. ഈ സ്ഥലങ്ങൾ പെരുമ്പാവൂരും മറ്റിടത്തൊക്കെ ബോഡി കെട്ടുന്ന സ്ഥലത്തൊക്കെ പോയി ചോദിച്ചു. ചേസ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എത്ര ദിവസത്തിൻ്റെ ബോഡി കെട്ടി തരും, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അന്നൊക്കെ ഈ മണപ്പുറംകാർ അവിടെ ഇവർ വളർന്നിട്ടൊന്നുമില്ല, തുടക്കം സ്റ്റാർട്ടിങ്ങിലുള്ള സമയമാണ് അവരൊക്കെ. അപ്പോൾ അധികം വണ്ടികൾക്കൊന്നും ഫിനാൻസ് കൊടുത്തിട്ടില്ല. പറഞ്ഞത് വന്നിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിനാൻസ് പാസ്സാവാണ്ട എന്തൊക്കെ ഉണ്ടായി. 50,000 അവിടെ ഇട്ടുണ്ടായിരുന്നു. അവസാനം നമ്മൾ ലോറിക്ക് പകരം വാങ്ങിച്ചെന്നിട്ടെന്നറിയോ, ഒരു ബുള്ളറ്റ്. ലോറി പദ്ധതി ഉപേക്ഷിച്ചിട്ട് 37,500 രൂപ കൊടുത്ത് ഒരു ബുള്ളറ്റ് വാങ്ങിച്ചു. അന്ന് 37,500 രൂപ ഒരു സ്റ്റാൻഡേർഡ് ബുള്ളറ്റിൻ്റെ വില. അതും അടവിനാണ് 1,500 ചില്ലറ രൂപ അടവ് കൊടുത്തിട്ട്. അവിടെ നിന്നുള്ള പൈസ ഇങ്ങോട്ട് പോയി എന്നുള്ളതോ അവിടെ വെച്ച് ഇവിടെ വെച്ചിട്ട് ചമ്മന്തി പൊടിക്കാൻ ഉണ്ടായില്ല എന്ന് പറഞ്ഞ പോലെ ലോറി വാങ്ങിക്കാൻ പോയി ആളുകൾ ബുള്ളറ്റ് വാങ്ങിച്ച് അത് കടായിട്ട് ഇത് വന്നു. ഞാനിപ്പോൾ ഈ പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൂത്തെറ്റ് ട്രാവൽസിൻ്റെ ബ്ലോഗ് കണ്ടപ്പോഴും പറയുന്നത്, നമ്മളും ഒരു ലോറി ഒന്ന് വാങ്ങിച്ചിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറേ ലോറികളുടെ ഉടമസ്ഥരായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്താ പറയുക തവിട് പൊടിയായിട്ടുണ്ടാവും, ലോറി ഇതിൽ ഇതായിട്ടുണ്ടാവും, അല്ലെങ്കിൽ പിന്നെ എങ്ങനെയായിരിക്കും എന്ന്, അതായത് ഭാവി എങ്ങനെയായിരിക്കും. ചിലപ്പോൾ യൂട്യൂബ് ചാനലൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ നിങ്ങളായിട്ട് ഇങ്ങനെ വർത്തമാനം പറയാൻ പറ്റിയിട്ടുണ്ടാവില്ല, നിങ്ങളായിട്ടിങ്ങനെ ഇതേപോലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ജീവിതം വേറെ ലെവലിലായി മാറുകയാണ്. അപ്പോൾ ഇവരെ വരവ് ചിലവുകൾ കണക്കിൽ കണ്ടപ്പോഴേ നമുക്ക് അത് അങ്ങനത്തെ ഒരു ഓർമ്മ വന്നു എന്നുള്ള രസം. പിന്നാൾ ഞാൻ നമ്മുടെ ആ ബുള്ളറ്റ് ഉണ്ട്, അന്ന് കെയിലൈറ്റ് D 6004 എന്ന് പറഞ്ഞൊരു ബുള്ളറ്റാണ്. അന്ന് അധികം പേർക്കൊന്നും വണ്ടിയില്ല. ആ ബുള്ളറ്റ് എവിടെയെന്ന് മറ്റേ സെർച്ച് ചെയ്ത് നോക്കി, അത് കാണാനൊരു പൂതി ഇപ്പോഴും. കൊടുത്തു, ആ ബുള്ളറ്റ് കൊടുത്തതാണ് കേട്ടോ, കുറേ 1999 അത്രയല്ലാണ്ട് കൊടുത്തു. ഇത് തൃപ്രയാർ RTO പരിധിയിലാണ് ആ ബുള്ളറ്റുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും തൃപ്രയാർ വശത്ത് കെയിലൈറ്റ് D 6004 ബുള്ളറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. അത് വെറുതെ കാണാനൊരു മോഹം. നമ്മൾ കണ്ടമാനം ഓടിപ്പിച്ചാണെന്നുള്ളൊരു ബുള്ളറ്റാണത്. അപ്പോൾ ലോറി ബിസിനസ്, ലോറിയിലത്തെ ലാഭങ്ങൾ കാര്യങ്ങൾ നോക്കുമ്പോഴേ എങ്ങനെയാണ് നമ്മുടെ ജീവിതം. കുറേ പേര് അതിൽ കമൻ്റ് ഇട്ടിട്ടുണ്ട്. അതായത് ലോറിയിലെ ബിസിനസ് നടത്തിയിട്ട് തവിട് പൊടിയായിട്ടുള്ള കുറേ ആളുകളുണ്ട്. ചിലർ കുറേ 3-4 ലോറി ഉണ്ടായിരുന്നു. പിന്നെ അവർ അതിൽ നല്ലത് ഇവിടെ ഒരു ചെറിയൊരു ടെമ്പിയും ട്രാവലർ ഓടിപ്പിച്ച് നടക്കുകയാണ് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ കമൻ്റുകളുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മളും നമ്മുടെ ഭാവി എങ്ങനെയായിരിക്കും എന്ന് ഒരു ആലോചന അന്ന് ലോറി വാങ്ങിച്ചിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡ്രൈവറൊക്കെ ആയിട്ട് പോയിട്ടുണ്ടാവും, ചിലപ്പോൾ വണ്ടി ഇടിച്ച് എത്തിയിട്ടുണ്ടാവും, പറയാൻ പറ്റില്ല. അങ്ങനെ പല പല കാര്യങ്ങളുണ്ടാവുമല്ലോ.
ഈ തടത്തിൽ ചാണപ്പൊടി ഞാൻ അത് ഇടുന്നില്ല കേട്ടോ. ഇതിൽ ചാണപ്പൊടി ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഈ തടം കഴിഞ്ഞു പോക്കറ്റിൽ നിന്ന് കപ്പലണ്ടി എടുത്തു. അങ്ങനെ വീണ്ടും ഇത് അധികം വീതിയിൽ തടാം കേട്ടോ. പണ്ട് 2010 2009 നമുക്ക് പണിയും തൊഴിലൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. പണി തൊഴിലെന്ന് പറഞ്ഞാൽ എല്ലാ പണികളും ചെയ്ത് തവിട് പൊടിയിരിക്കുന്ന ടൈമിൽ കേട്ടോ. അപ്പോൾ ജഗ്ഗുവിനൊക്കെ ഈ സരിത വയറ്റിലുണ്ടായിരിക്കുന്ന ടൈം. അപ്പോൾ എന്തുട്ടാ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ ഇങ്ങനെ ഒന്നും ചെയ്യാണ്ടിരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് എവിടേക്ക് പോകണം, ആരെ കാണണം, എന്ത് തൊഴിൽ ചെയ്യണം, എന്താണ് ഈ മുന്നോട്ടുള്ള ഭാവി, അങ്ങനത്തെ കുറേ ചോദ്യചിഹ്നങ്ങളായിരിക്കും നമുക്ക് ഉണ്ടായിരുന്നത് ഒരു ടൈമിൽ. അപ്പോൾ എന്താ വെച്ചാൽ വൈകുന്നേരം അവൻ കാത്തിരിക്കും. വൈകുന്നേരം ഒരു 6-6:15 അവൻ കാത്തിരിക്കും നമ്മൾ. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, വിളക്ക് കത്തിച്ചിട്ട് നാമം ജപിക്കുക. അതാണ് എൻ്റെ ഏറ്റവും വലിയ നേരം പോക്കായിരുന്നത്. നേരം പോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെയായിരുന്നു. ഒരു 1/2 മണിക്കൂർ നേരം വൈകുന്നേരം നാമം ജപിക്കും എല്ലാ ദിവസവും വിളക്കിൻ്റെ മുന്നിൽ ഇരുന്നിട്ട്. ആ സമയത്ത് ഭയങ്കര റിലാക്സ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം കാലത്ത് വീണ്ടും ഈ ചോദ്യചിഹ്നം വരും, എന്ത് ചെയ്യും. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സരിത ഇപ്പോൾ കടയിലേക്ക് പോയി. ഇപ്പോൾ 2 മണിക്ക് കടയിലേക്ക് പോയി കേട്ടോ. കാലത്ത് വീഡിയോ എടുക്കണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ഇവിടെ പണികളുണ്ട്, കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട്. പിന്നെ നിങ്ങളോട് പറഞ്ഞാൽ പറയാം, രസമായി. അന്നത്തെ പോലെ അങ്ങനത്തെ ഒരു നിരാശാരി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതില്ല, ആ ഒരു എനർജി വന്നു. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ അല്ല അങ്ങനത്തെ ഈ ജോലി അല്ല മറ്റു തൊഴിൽ സംബന്ധമായിട്ടുള്ള ബിസിനസ് സംബന്ധമായി തുന്നമ്പാടി കിടക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ കുറേ ആളുകൾ, നിരവധി ആളുകൾ ഇതിൽ കൂടെ കടന്നു പോയിട്ടുണ്ടാവും കേട്ടോ. നമുക്കറിയാം അങ്ങനെയുള്ള ആളുകളുടെ വിഷമം ബുദ്ധിമുട്ടൊക്കെ. ചോദിച്ചിട്ടാണ് എപ്പോഴേ എങ്ങോട്ട് പോവും. നാടോടിക്കാറ്റ് സിനിമ കാണുമ്പോൾ നമുക്ക് മോഹൻലാലിൻ്റെ അവസ്ഥ കാണുമ്പോഴേ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും ശരിക്കും. ആ സിനിമ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വട്ടം കണ്ടാലും നമുക്ക് മതിയാവില്ല. മോഹൻലാൽ പറയില്ലേ, ശോഭനോട് പറയും, എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, ആരെ കാണണം, ഒന്നും അറിയില്ല. ഇന്നസെൻ്റ് കുറച്ച് പൈസ മോഹൻലാലിൻ്റെ പോക്കറ്റിൽ വെച്ച് കൊടുക്കുമല്ലോ പട്ടിണി എന്ന് പറയുമ്പോൾ. അപ്പോൾ മോഹൻലാൽ ആ കൈ തട്ടി മാറ്റിയിട്ട് പറയും, പൈസയല്ല എനിക്ക് വേണ്ടത്, ഒരു ജോലിയാണെന്ന് പറയും. ഭയങ്കര ഫീൽ അതൊക്കെ. നമുക്ക് അതുമായിട്ട് നമ്മൾ ഇങ്ങനെ റിലേറ്റ് ചെയ്ത് പോയി കാരണം നമുക്ക് ഭയങ്കരമായിട്ട് അറിയാൻ പറ്റും. പിന്നെ അതിൽ നിന്നൊക്കെ എങ്ങനെയൊക്കെയോ തട്ടി തടഞ്ഞ് കടന്നിങ്ങോട്ട് ഈ വഴിയിലേക്ക് എത്തി. നനയ്ക്കിട്ടത് അവിടേക്ക് വെള്ളം വിട്ടിട്ടുണ്ട്. അതിന് ശക്തി കുറഞ്ഞ മറ്റേ കാബേജിലേക്ക് വെള്ളം വിട്ടിട്ടുണ്ട്. ഹലോ, അതെ 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 4 കൊല്ലം മുമ്പ് വന്നിട്ടുണ്ടല്ലേ? പോലെ എന്തൊരു ന്യൂസാ? ആരാ? സരിത കടയിലാണ് കേട്ടാ. കണ്ടുപരിചയുണ്ട്. ആ ആ ആ എൻ്റെ ദൈവമേ, ഇപ്പൊ മനസ്സിലായി. ഞാനേ അതല്ല, ഞാനീ പറമ്പിൽ കളക്കാണ്. അപ്പോൾ ഞാൻ നിന്നെ വിളിക്കാന്ന് പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ തോന്നിയപ്പോൾ ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ലക്ക് കേട്ട പോലെ. അപ്പോൾ നിന്നെ വിളിച്ചെന്ന് മാത്രം, വെറുതെ. ആ അതേ കണ്ടില്ലേ, നിതിന് എടുക്കണില്ലേ. അപ്പോൾ ചായന്ന് വെച്ചില്ലേ, ഞാൻ നിന്റെ ബെറ്റില്ലേ, നീ ഇൻസ്പെക്ഷൻ വരുമെന്ന് പറഞ്ഞില്ലേ ഇവിടേക്ക്. അത് മുൻകൂർ ജാമ്യം വെക്കണ. ഈ ആഴ്ചയിലേക്ക് മാറ്റി അടുത്ത ആഴ്ചയിലേക്ക് ആക്കാൻ പറ്റുമോയെന്ന് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് പോണത്. ഒന്നാവില്ല. ആ അതന്നെ, ഒന്നാവില്ല. അപ്പം ശരി.
ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഒരാഴ്ച സമയം കൂടി നീട്ടി കിട്ടുമോ?